കാലം കാത്തുവെച്ച ഒരു രഹസ്യം പോലെ രാമായണത്തിന്റെ അധ്യായങ്ങളിൽ ഒരു നിഴൽ പതിഞ്ഞു കിടപ്പുണ്ട്. ആകാശത്തിന്റെ അധിപനായിരുന്നിട്ടും ഒരു മാതാവിന്റെ നിലവിളി കേട്ട് മരണത്തിലേക്ക് ചിറകടിച്ച് പറന്നിറങ്ങിയ ഒരു വീരൻ. ആരായിരുന്നു ജടായു? വെറുമൊരു പക്ഷിയായിരുന്നോ? അതോ ഇതിഹാസങ്ങൾ കണ്ട ഏറ്റവും വലിയ പോരാളിയോ? ഭക്തിയും കാരുണ്യവും ഒരുപോലെ അഗ്നി പടർത്തിയ ജടായുവിന്റെ ജീവിതം. പ്രഭു ശ്രീരാമന്റെ പിതാവായ ദശരഥ മഹാരാജാവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കഴുകന്മാരുടെ രാജാവായ ജടായു. ഗരുഡന്റെ സഹോദരനായ അരുണന്റെ പുത്രനായിട്ടാണ് ജടായു ജനിച്ചത്. ഭീമാകാരമായ ശരീരവും അതിശക്തമായ ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജടായു വളരെ ദയാലുവും രാമഭക്തനുമായിരുന്നു. വനവാസ സമയത്ത് രാവണൻ കപട വേഷത്തിൽ വന്ന് മാതാ സീതയെ തട്ടിക്കൊണ്ടുപോയി. ആകാശമാർഗെ പോയ പുഷ്പക വിമാനത്തിലിരുന്ന് മാതാ സീത കരഞ്ഞു വിളിക്കുന്നത് കേട്ടാണ് ജടായു ഉണർന്നത്. തന്റെ മുന്നിൽ നടക്കുന്നത് വലിയൊരു അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ പക്ഷിശ്രേഷ്ഠൻ രാവണന്റെ പക്കൽ മാരകായുധങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ തടയാൻ പറന്നുയർന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ ജടായുവിനെ തളർത്തിയിരുന്നില്ല. രാവണ, മാതാ സീതയെ വിട്ടയക്കുക, അല്ലെങ്കിൽ നിന്റെ അന്ത്യം എന്റെ കൈകൾ കൊണ്ടായിരിക്കും എന്ന് ജടായു രാവണനെ വെല്ലുവിളിച്ചു. തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് രാവണന്റെ ദേഹത്ത് പോറലുകൾ ഉണ്ടാക്കിയും സ്വന്തം കൊക്കുകൊണ്ട് പരിക്കേൽപ്പിച്ചും ജടായു അതിശക്തമായി രാവണനുമായി പോരാടി. ആകാശത്ത് വെച്ച് നടന്ന ആ യുദ്ധം കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടുപോയി. ഒടുവിൽ ചതിയിലൂടെ രാവണൻ തന്റെ അമാനുഷിക ആയുധമായ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിന്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി. ചിറകറ്റ് രക്തം വാർന്ന് ജടായു നിലം പതിച്ചു. നിലത്ത് വീണുവെങ്കിലും ജടായു മരിക്കാൻ തയ്യാറായിരുന്നില്ല. മാതാ സീതയെ കൊണ്ടുപോയ ദിശ ശ്രീരാമനെ അറിയിക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു. മരണം കയ്യിൽ പിടിച്ച് രാമനാമം ജപിച്ച അദ്ദേഹം ശ്രീരാമന്റെ വരവിനായി കാത്തിരുന്നു. അന്വേഷിച്ച് നടന്നു വന്ന ശ്രീരാമനും ലക്ഷ്മണനും മരണത്തോട് മല്ലടിക്കുന്ന ജടായുവിനെ കണ്ടു. മാതാ സീതയെ രാവണനാണ് കൊണ്ടുപോയതെന്നും ലങ്കയിലേക്കാണ് പോയതെന്നും പറഞ്ഞ ശേഷം സാക്ഷാൽ പ്രഭു ശ്രീരാമന്റെ മടിയിൽ കിടന്ന് ആ പുണ്യജീവൻ വേർപെട്ടു. സ്വന്തം പിതാവ് മരിച്ചതുപോലെയാണ് പ്രഭു ശ്രീരാമൻ ജടായുവിന്റെ മൃതദേഹത്തെ കണ്ടത്. ഒരു പുത്രൻ പിതാവിന് ചെയ്യേണ്ട എല്ലാ മരണാനന്തര കർമ്മങ്ങളും പ്രഭു ശ്രീരാമൻ ജടായുവിനായി വനത്തിൽ വെച്ച് ചെയ്തു. ഭക്തി കൊണ്ടും ത്യാഗം കൊണ്ടും ഒരു പക്ഷിക്ക് പോലും ദൈവത്തിന്റെ സ്നേഹം നേടാൻ കഴിയുമെന്ന് ജടായു തെളിയിച്ചു.